കൃഷിപ്പണികൾ എളുപ്പമാക്കാനും കുടുംബത്തിലെ ചെലവുകൾ കുറയ്ക്കാനും സഹായിക്കുന്ന പുതിയൊരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. കേന്ദ്ര പാർലമെന്ററി സമിതി സർക്കാരിനോട് കുറച്ച് കാര്യങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് ഇലക്ട്രിക് ട്രാക്ടറുകൾക്ക് സബ്സിഡി നൽകണമെന്നും ചെറുകിട കർഷകരുടെ മക്കളുടെ പഠനത്തിന് പ്രത്യേക സഹായം നൽകണമെന്നുമാണ്. ഇത് കേവലം ഒരു വാർത്തയല്ല, വരും ദിവസങ്ങളിൽ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന വലിയൊരു പദ്ധതിയുടെ തുടക്കമാണ്. നമുക്കറിയാം, ഇന്ന് ട്രാക്ടർ ഉപയോഗിക്കണമെങ്കിൽ ഡീസലിന് വലിയ തുക ചിലവാകുന്നുണ്ട്. ഇതിന് പരിഹാരമായാണ് ഇലക്ട്രിക് ട്രാക്ടറുകൾ വരുന്നത്. നിലവിൽ ഡീസൽ ട്രാക്ടറുകൾക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ സബ്സിഡി ഇലക്ട്രിക് ട്രാക്ടറുകൾക്ക് നൽകണമെന്നാണ് സമിതി പറയുന്നത്. ഇത് നടപ്പിലായാൽ നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് ട്രാക്ടർ വാങ്ങാൻ സാധിക്കും. കൂടാതെ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇന്ധന ചെലവ് 10-1 കുറവും. പരിസ്ഥിതിക്കും ഇത് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറുകിട കർഷകരുടെ മക്കളുടെ വിദ്യാഭ്യാസം പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തടസ്സപ്പെടാറുണ്ട്. ഇത് ഒഴിവാക്കാൻ കർഷകരുടെ മക്കൾക്ക് പഠന സഹായം നൽകണമെന്നും സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉന്നത പഠനത്തിന്റെ സ്കോളർഷിപ്പുകൾ, ഹോസ്റ്റൽ ആനുകൂല്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെട്ടേക്കാം. കർഷകർക്ക് പെൻഷൻ നൽകുന്ന പദ്ധതികൾക്കൊപ്പം തന്നെ അവരുടെ കുടുംബത്തിന്റെ ഭാവി കൂടി പരിഗണിക്കുന്ന ഒന്നാണിത്. 10ാം ക്ലാസ് മുതൽ ഉന്നത പഠനം വരെയുള്ള കർഷകരുടെ മക്കൾക്ക് പ്രതിവർഷം നിശ്ചിത തുക സ്കോളർഷിപ്പായി ലഭിക്കും. PM സേതു പദ്ധതി കാർഷിക മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ താല്പര്യമുള്ള കർഷകരുടെ മക്കൾക്ക് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ സൗജന്യമായി നൽകുന്നു. പ്രത്യേക ഗ്രാന്റുകളും ഉണ്ട്. വിദേശത്ത് ഉന്നത പഠനത്തിന് പോകുന്ന കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് വായ്പകളിലും ഫീസുകളിലും ഇളവ് നൽകുന്ന രീതിയിൽ 2026 പദ്ധതികൾ വിപുലീകരിച്ചിട്ടുണ്ട്. അപേക്ഷിക്കുന്നതിന് മുമ്പ് താഴെ പറയുന്ന രേഖകൾ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ആധാർ കാർഡ്, മൊബൈൽ നമ്പറുമായി നിർബന്ധമായും ലിങ്ക് ചെയ്തിരിക്കണം. ഭൂമി രേഖകൾ, നികുതി അടച്ച രസീത് അല്ലെങ്കിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്. സബ്സിഡി തുക നേരിട്ട് അക്കൗണ്ടിലേക്ക് വരാൻ ഇത് അത്യാവശ്യമാണ്. റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലാണെന്ന് തെളിയിക്കുന്നതിന് ഫാർമർ ID ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷ വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും നിലവിലെ റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ആനുകൂല്യങ്ങൾ എങ്ങനെ ലഭിക്കും എന്ന് പലരും ചോദിക്കാറുണ്ട്. നിലവിൽ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ചില വഴികൾ നോക്കാം. PM കിസാൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് ഇതിൽ മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ട്. 2026 മാർച്ച് മാസത്തിൽ തന്നെ PM കിസാന്റെ അടുത്ത ഗഡു പലരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ശ്രമം കാർഡുള്ള കർഷക തൊഴിലാളികൾക്കും ഇത്തരം വിദ്യാഭ്യാസ സഹായങ്ങൾ ലഭിക്കാൻ എളുപ്പമായിരിക്കും. ഇതൊക്കെ കിട്ടാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ചില രേഖകൾ തയ്യാറാക്കി വെക്കണം. നിങ്ങളുടെ ആധാർ കാർഡും ഫോൺ നമ്പറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. റേഷൻ കാർഡ് കൃത്യമായിരിക്കണം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ കൈവശം വെക്കുക. ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം, ഇത്തരം പദ്ധതികൾ വരുമ്പോൾ തട്ടിപ്പുകാരും കൂടെ വരാം. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നമ്പറുകളോ ബാങ്ക് രഹസ്യങ്ങളോ ആരുമായി പങ്കുവെക്കരുത്. പലപ്പോഴും കർഷകൻ വരുത്തുന്ന ഒരു തെറ്റ് ഇത്തരം വാർത്തകൾ കേട്ട ഉടൻ തന്നെ ആരുടെയെങ്കിലും കയ്യിൽ പണം കൊടുത്ത് അപേക്ഷിക്കാൻ നോക്കുന്നതാണ്. അത് പാടില്ല. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സർക്കാർ പോർട്ടലുകൾ വഴിയോ മാത്രം അപേക്ഷിക്കുക. ഇപ്പോൾ സമിതി ശുപാർശ സമർപ്പിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിന്റെ ഔദ്യോഗിക അറിയിപ്പും വെബ്സൈറ്റ് ലിങ്കും വരുമ്പോൾ ഈ ചാനലിൽ തന്നെ നിങ്ങളെ കൂടുതൽ അറിയിക്കുന്നതാണ്. അതുവരെ നിങ്ങളുടെ രേഖകളെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഒരു പ്രധാന കാര്യം, 2026 PM കിസാൻ 22ാം ഗഡു ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാൻ PM കിസാൻ മൊബൈൽ ആപ്പിലെ ഫേസ് ഓതന്റിക്കേഷൻ സൗകര്യം ഉപയോഗിച്ചാൽ ഓഫീസുകൾ കയറി ഇറങ്ങാതെ തന്നെ വീട്ടിലിരുന്ന് ഈ KYC പൂർത്തിയാക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചോദിക്കാം.